ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇപ്പോൾ തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മലയാളം സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വെറും 3 ദിവസങ്ങൾ കൊണ്ട് 30 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ടച്ച് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന പൃഥ്വിരാജ് സിനിമയ്ക്ക് ശേഷം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടൊരുങ്ങുന്ന അടുത്ത വമ്പൻ മലയാളം സിനിമ പ്രധാനപ്പെട്ട സിനിമയാണല്ലോ മമ്മൂട്ടി ചിത്രം ടർബോ. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ വെറും 3 ദിവസത്തെ കളക്ഷൻ എല്ലാം തന്നെ നോക്കുമ്പോൾ ടർബോ എന്ന സിനിമ എങ്ങാനും പോസിറ്റീവ് നേടിയെടുക്കുകയാണെങ്കിൽ ഏത് ലെവലിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തും എന്ന് ആലോചിക്കുന്നവരായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു അഭിപ്രായം അതല്ലെങ്കിൽ പ്രഡിക്ഷൻസ് എന്നൊക്കെ പറയാവുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നിലവിൽ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിയെല്ലാം തന്നെ നിസ്സാരമായിട്ട് എടുക്കാവുന്ന ഒരു മാർക്കറ്റായിട്ട് മാറിയിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഓവർസീസ് കളക്ഷനായിട്ട് വരുന്ന ഒരു കാലമായിട്ട് ഈ ഒരു സമയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് മാസ് ആക്ഷൻ സിനിമ, അതും ലോകമെമ്പാടും വമ്പൻ പ്രൊമോഷനോട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന റെക്കോർഡ് റിലീസുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ടർബോ എങ്ങാനും പോസിറ്റീവ് നേടിയെടുക്കുകയാണെങ്കിൽ ഏത് ലെവൽ കളക്ഷൻ നേടിയെടുക്കുമെന്ന് നമ്മോട് ചോദിച്ചാൽ നിലവിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ FT കളക്ഷൻ ആദ്യ ദിവസം 20 കോടിയല്ല 25 കോടിയെല്ലാം തന്നെ വേൾഡ് വൈഡ് കളക്ഷൻ നിസ്സാരമായിട്ട് എടുക്കാമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഏറ്റവും അവസാനം ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത പൃഥ്വിരാജ് സിനിമ ആടുജീവിതം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് FT കളക്ഷനായിട്ട് നേടിയെടുത്തത് 16 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷനാണ്. അതും ഗൾഫ് രാജ്യങ്ങളിലെ റിലീസ് ഇല്ലാതെ, ഒപ്പം തന്നെ ഒരു മാസ് സിനിമ കൊമേഴ്ഷ്യൽ സിനിമയൊന്നും തന്നെ അല്ലാതിരുന്നിട്ടും. അപ്പോൾ ആടുജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ ടർബോ എന്ന സിനിമ അതിനേക്കാൾ മുകളിലെ കളക്ഷൻ നേടിയെടുക്കേണ്ടതാണ് പോസിറ്റീവ് ലഭ്യമായാൽ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു പ്രതീക്ഷ 25 കോടി രൂപ മമ്മൂട്ടി ചിത്രം ടർബോ ആദ്യ ദിവസം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുമെന്നാണ്. പോസിറ്റീവ് നേടിയെടുക്കുകയാണെങ്കിൽ രണ്ടാം ദിവസം ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്നതാണല്ലോ നിലവിൽ മലയാള സിനിമകളിൽ നാം കണ്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ 50 കോടി ടർബോയുടേതായിട്ട് കടക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇതെല്ലാം തന്നെ പ്രഡിക്ഷൻസ് ആണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ബാക്കിയെല്ലാം തന്നെ സിനിമയുടെ ഭാഗ്യം, ഒപ്പം തന്നെ ക്വാളിറ്റി, മികവ്, പോസിറ്റീവ് അഭിപ്രായങ്ങൾ പോലെ ഇരിക്കും. റെക്കോർഡ് കളക്ഷൻ നേടിയെടുക്കാനുള്ള എല്ലാവിധ മാർക്കറ്റും സിനിമ ഇതിനോടകം തന്നെ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ ടർബോ വാർത്തകൾ കേട്ട്.